Hi friends, welcome to gkctutorials. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള PSCയുടെ 10th ലെവൽ പ്രിലിംസ് എക്സാമിന് പഠിച്ചിരിക്കേണ്ട GK ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ വീഡിയോ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കേരളവുമായി റിലേറ്റ് ചെയ്ത GK ക്വസ്റ്റ്യൻസ് ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിന്റെ കുടിവെള്ള ഫാക്ടറി ഹില്ലി അക്വ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? സംസ്ഥാന സർക്കാരിന്റെ കുടിവെള്ള ഫാക്ടറി ഹില്ലി അക്വ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ തൊടുപുഴ. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ അത്താണി. നൗറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? നൗറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? കണ്ണൂരാണ്. അപ്പോൾ നൗറ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കണ്ണൂർ. ഗോശ്രീ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം കൊച്ചി. ഗണപതിവട്ടം എന്ന പേരിൽ അറിയപ്പെട്ട സ്ഥലം സുൽത്താൻ ബത്തേരി. സ്യാനന്തൂരപുരം അല്ലെങ്കിൽ സ്യാനന്തപുരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം തിരുവനന്തപുരമാണ്. ബലിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം വർക്കലയാണ്. ഇപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി പറയാം. നൗറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം കണ്ണൂരാണ്. ഗോശ്രീ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കൊച്ചിയാണ്. ഗണപതിവട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം സുൽത്താൻ ബത്തേരിയാണ്. സ്യാനന്തൂരപുരം അല്ലെങ്കിൽ സ്യാനന്തപുരം എന്നറിയപ്പെടുന്ന സ്ഥലം തിരുവനന്തപുരമാണ്. ബലിത എന്ന പേരിൽ മുൻപ് അറിയപ്പെടുന്ന സ്ഥലം വർക്കലയാണ്. ഓക്കെ, ഇനി കേരളത്തിൽ ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? കേരളത്തിൽ ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടി. മാട്ടുപ്പെട്ടി ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യ തീർത്ഥാടന കേന്ദ്രം ഏതാണ്? ഇന്ത്യയിൽ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. അപ്പോൾ മലയാറ്റൂർ രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമാക്കിയ വർഷം 2004. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് ഇടുക്കി ജലസംഭരണി. അപ്പോൾ ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ മുൻപ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം കാനഡയാണ്. ഇനി ഇടുക്കി പദ്ധതിക്കായി പ്രദേശം കാണിച്ചു കൊടുത്ത ആദിവാസി തലവൻ ആരാണ്? ഇടുക്കി പദ്ധതിക്കായി പ്രദേശം കാണിച്ചു കൊടുത്ത ആദിവാസി തലവൻ ആരാണ്? കൊലുമ്പൻ. ഇദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ചെറുതോണി ഡാമിന് അരികിലാണ്. കേരളത്തിലെ ഏറ്റവും പഴയ അണക്കെട്ട് ഏതാണ്? കേരളത്തിലെ ഏറ്റവും പഴയ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ്. അപ്പോൾ ഇതിന്റെ ശില്പി ജോൺ പെന്നിക്വിക് ആണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ആരാണ്? ജോൺ പെന്നിക്വിക്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം ഏതാണ്? മൂലമറ്റം. പൂർണ്ണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? പൂർണ്ണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് കണ്ണാടി പഞ്ചായത്ത്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടി ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ പൂർണ്ണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? കണ്ണാടി പഞ്ചായത്താണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടി ഗ്രാമപഞ്ചായത്താണ്. പ്രോജക്ട് എലഫന്റ് പദ്ധതിയും പ്രോജക്ട് ടൈഗർ പദ്ധതിയും നടപ്പിലാക്കിയ കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? പ്രോജക്ട് എലഫന്റ് പദ്ധതിയും പ്രോജക്ട് ടൈഗർ പദ്ധതിയും നടപ്പിലാക്കിയ കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. നെല്ലിക്കാമ്പതി എന്നത് ഏത് വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ്? നെല്ലിക്കാമ്പതി എന്നത് ഏത് വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ്? തേക്കടി. കേരളത്തിൽ വരയാടുകൾ കാണപ്പെടുന്ന ഏക സ്ഥലം ഏതാണ്? കേരളത്തിൽ വരയാടുകൾ കാണപ്പെടുന്ന ഏക സ്ഥലം ഏതാണ്? രാജമല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല.
ഇതുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം. നക്ഷത്ര ആമകളെ കണ്ടുവരുന്ന സ്ഥലം ഏതാണ്? നക്ഷത്ര ആമകളെ കണ്ടുവരുന്ന സ്ഥലമാണ് ചിന്നാർ. കേരളത്തിൽ കുറവ് മഴ ലഭിക്കുന്നതിനാൽ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് ചിന്നാർ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് എവിടെയാണ്? ചിന്നാറാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ മഴ നിഴൽ പ്രദേശം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നക്ഷത്ര ആമകളെ കണ്ടുവരുന്ന സ്ഥലം കൂടിയാണ് ചിന്നാർ. കേരളത്തിലൂടെ പ്രവേശിക്കാൻ കഴിയാത്ത കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലൂടെ പ്രവേശിക്കാൻ കഴിയാത്ത കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അപ്പോൾ ഈ വന്യജീവി സങ്കേതത്തിലേക്ക് തമിഴ്നാട് വഴി മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലൂടെ പ്രവേശിക്കാൻ കഴിയാത്ത കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. മലബാർ സിമന്റ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലബാർ സിമന്റ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാളയാർ. ട്രാവൻകൂർ സിമന്റ്സ് സ്ഥിതി ചെയ്യുന്നത് നാട്ടകം. അപ്പോൾ മലബാർ സിമന്റ്സ് വാളയാർ, ട്രാവൻകൂർ സിമന്റ്സ് നാട്ടകം. റെയിൽവേ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, വയനാട്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല തൃശ്ശൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം ഏതാണ്? കുമ്പളങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാല ഏതാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാല ഏതാണ്? കുഫോസ്. അതായത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സയൻസ്, അതാണ് കുഫോസ്. ഇതിന്റെ ആസ്ഥാനം പനങ്ങാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാല കുഫോസ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സയൻസ്. മത്സ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ ആശുപത്രി സ്ഥാപിച്ചത് എവിടെയാണ്? കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ ജില്ലയിലെ അരൂർ. കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ്? അത് ആലപ്പുഴ ജില്ലയാണ്. കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? അതിരമ്പുഴ പ്രിയദർശിനി ഹിൽസ്. നാഷണൽ അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദേവികുളം. ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കയർ ബോർഡിന്റെ പരിശീലന ഗവേഷണ സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കയർ ബോർഡിന്റെ പരിശീലന ഗവേഷണ സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ ജില്ലയിലെ കലവൂർ. ATMലൂടെ പാൽ ലഭ്യമാക്കുന്ന സംവിധാനം മിൽമ കേരളത്തിൽ ആദ്യമായി ആവിഷ്കരിച്ചത് എവിടെയാണ്? ATMലൂടെ പാൽ ലഭ്യമാക്കുന്ന സംവിധാനം മിൽമ ആദ്യമായി കേരളത്തിൽ ആവിഷ്കരിച്ചത് എവിടെയാണ്? കൊച്ചി. വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? ഇടുക്കി. വെളുത്തുള്ളി കൃഷിക്ക് പ്രസിദ്ധമായ ഇടുക്കിയിലെ സ്ഥലമാണ് വട്ടവട. അപ്പോൾ വട്ടവട ഏത് കൃഷിക്കാണ് പ്രസിദ്ധമായിട്ടുള്ളത്? വെളുത്തുള്ളി കൃഷി. ഇന്ത്യയിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി ഏതാണ്? ചാലക്കുടി പുഴ. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെട്ടത് ആരാണ്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റാൽഫ് ഫിച്ച്. ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ സഞ്ചാരിയാണ് റാൽഫ് ഫിച്ച്. അപ്പോൾ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. കേരളത്തിൽ ആപ്പിൾ വിളയുന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ ആപ്പിൾ വിളയുന്ന സ്ഥലം ഏതാണ്? കാന്തല്ലൂർ. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണം ദേശീയപാതകൾ കടന്നുപോകുന്നതും കൂടുതൽ ദൂരം ദേശീയപാതകൾ ഉള്ളതുമായ ജില്ലയും കൂടിയാണ് എറണാകുളം. കേരളത്തിൽ സംസ്ഥാന പാത ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ സംസ്ഥാന പാത ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ലയും ഇടുക്കി തന്നെയാണ്. അപ്പോൾ കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ
ഈ തുറമുഖം ഏതാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഈ തുറമുഖമാണ് കൊച്ചി. അപ്പോൾ കൊച്ചിയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഈ തുറമുഖം. കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജപ്പാനാണ്. അപ്പോൾ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ്? ജപ്പാൻ. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? MV റാണി പത്മിനി. ഇത് 1981 ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ അഥവാ പോർച്ചുഗീസ് ആരാധനാലയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ അല്ലെങ്കിൽ പോർച്ചുഗീസ് ആരാധനാലയം ഏതാണ്? സെന്റ് ഫ്രാൻസിസ് പള്ളി. അപ്പോൾ വാസ്കോഡ ഗാമയെ ആദ്യം സംസ്കരിച്ച പള്ളി കൂടിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ്? ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് കൊച്ചി കോട്ട, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, മാനുവൽ കോട്ട. കൊച്ചി കോട്ട അല്ലെങ്കിൽ മാനുവൽ കോട്ടയാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ ആരായിരുന്നു? കൊച്ചിയിലെ ആദ്യത്തെ ദിവാനായിരുന്നു കേണൽ മൺറോ. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്ന് വിളിക്കുന്നത് ആരെയാണ്? കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ശക്തൻ തമ്പുരാൻ. കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യത്തെ വനിത ആരാണ്? കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യത്തെ വനിതയാണ് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. EMS ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? EMS ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊടകര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാലക്കാടൻ കുന്നുകളുടെ റാണി, പാവങ്ങളുടെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതു പ്രദേശമാണ്? പാലക്കാടൻ കുന്നുകളുടെ റാണി, പാവങ്ങളുടെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതു പ്രദേശമാണ്? നെല്ലിയാമ്പതി. അപ്പോൾ കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിയാമ്പതി. ഇതാണ് പാവങ്ങളുടെ ഊട്ടി, പാലക്കാടൻ കുന്നുകളുടെ റാണി എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശം. അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം സ്ഥിതി ചെയ്യുന്നത് നെല്ലിയാമ്പതിയിലാണ്. കേരള സർക്കാരിന്റെ ഓറഞ്ച് വെജിറ്റബിൾ ഫാം സ്ഥിതി ചെയ്യുന്നത് നെല്ലിയാമ്പതിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായത് എവിടെയാണ്? കൊച്ചി. ഇന്ത്യയിലെ ആദ്യ ബാല സൗഹൃദ ജില്ല ഏതാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ലയാണ് ഇടുക്കി. സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് എവിടെയാണ്? സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് എവിടെയാണ്? കൊച്ചി. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണ്? കൊച്ചി തുറമുഖത്തിന്റെ ശില്പിയാണ് റോബർട്ട് ബ്രിസ്റ്റോ. വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെട്ടത് ആരാണ്? വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെട്ടത് ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ. അതായത് കൊച്ചി തുറമുഖത്തിന്റെ ശില്പി തന്നെയാണ് വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നും അറിയപ്പെട്ട വ്യക്തി. കൊച്ചിൻ സാഗ രചിച്ചത് ആരാണ്? കൊച്ചിൻ സാഗ രചിച്ചത് ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? RK ഷൺമുഖം ചെട്ടി. RK ഷൺമുഖം ചെട്ടിയാണ് കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ ആദ്യ ഹെറിറ്റേജ് വില്ലേജ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജ് ഏതാണ്? കൽപ്പാത്തി അഗ്രഹാരമാണ്. ഇത് ഹെറിറ്റേജ് വില്ലേജായി പ്രഖ്യാപിച്ചത് 2008 കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജ് ഏതാണ്? കൽപ്പാത്തി അഗ്രഹാരം. ഇത് ഹെറിറ്റേജ് വില്ലേജായി പ്രഖ്യാപിച്ചത് 2008 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH66. കേരളത്തിലെ ആദ്യത്തെ ട്വിൻ ട്യൂബ് തുരങ്കം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ട്വിൻ ട്യൂബ് തുരങ്കം ഏതാണ്? കുതിരാൻ തുരങ്കമാണ്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് NH544 അപ്പോൾ കുതിരാൻ തുരങ്കമാണ് കേരളത്തിലെ ആദ്യത്തെ ട്വിൻ ട്യൂബ് തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലെ വാഴക്കുളം. പെരിയാർ, മാർത്താണ്ഡൻപുഴ, മംഗലപ്പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നത് എവിടെ വെച്ചാണ്? പെരിയാർ, മാർത്താണ്ഡൻപുഴ, മംഗലംപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നത് എവിടെ വെച്ചാണ്? ആലുവയിൽ വെച്ച്. കാപ്രിക്കാട് ഇക്കോ ടൂറിസം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാപ്രിക്കാട് ഇക്കോ ടൂറിസം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്?
എറണാകുളം. മൂരിയാട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മൂരിയാട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശൂർ. കൂനൻ കുരിശ് കലാപം നടന്ന വർഷം ഏതാണ്? കൂനൻ കുരിശ് കലാപം നടന്ന വർഷം ഏതാണ്? 1653. കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ നാശത്തിന് കാരണമായ വെള്ളപ്പൊക്കം നടന്ന വർഷം ഏതാണ്? കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ നാശത്തിന് കാരണമായ വെള്ളപ്പൊക്കം നടന്ന വർഷം ഏതാണ്? 1341. കേരളത്തിലേക്കുള്ള കവാടം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ചുരത്തെയാണ്? കേരളത്തിലേക്കുള്ള കവാടം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ചുരത്തെയാണ്? പാലക്കാട് ചുരം. അപ്പോൾ പാലക്കാട് ചുരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം പാലക്കാട് ചുരമാണ്. അപ്പോൾ കേരളത്തിലേക്കുള്ള കവാടം എന്ന് വിശേഷിപ്പിക്കുന്നത് പാലക്കാട് ചുരത്തെയാണ്. ജൂതക്കുന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജൂതക്കുന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശൂർ ജില്ലയിലെ ചാവക്കാട്. അതുപോലെ തന്നെ ജൂതത്തെരുവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി. ജൂതക്കുളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ മാടായി. അപ്പോൾ ഇത് മൂന്നും തിരിഞ്ഞു പോകരുത്. ജൂതക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചാവക്കാടാണ്. ജൂതത്തെരുവ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയാണ്. ജൂതക്കുളം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ മാടായിയാണ്. ജൈനിമേട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജൈനിമേട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ്. KSFEയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് എന്താണ്? KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. ഇതാണ് KSFEയുടെ ഫുൾ ഫോം. ഇതിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് ഭദ്രത. ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശൂരാണ്. സ്ഥാപിതമായത് 1969. അപ്പോൾ KSFEയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് എന്താണ്? ഭദ്രത. ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് തൃശൂരാണ്. ഇത് സ്ഥാപിതമായത് 1969. കേരള സംഗീത നാടക അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി. അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം കേളി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് വിദ്യാരംഗം. ബാലസാഹിത്യ അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ്? ബാലസാഹിത്യ അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് തളിര്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ്? ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേരള കർഷകൻ. കുടുംബശ്രീയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ്? കുടുംബശ്രീയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് പ്രതിധ്വനി. അപ്പോൾ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി പറയാം. കേരള സംഗീത നാടക അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം വിജ്ഞാന കൈരളി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് വിദ്യാരംഗം. ബാലസാഹിത്യ അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് തളിര്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേരള കർഷകൻ. കുടുംബശ്രീയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് പ്രതിധ്വനി. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.